ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളൊരു 12th പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ ഒരു മികച്ച അവസരം വരാനായിട്ട് പോവുകയാണ്. അതായത് SSC എന്ന് പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ വരുന്ന +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റാണ്. അതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എന്നുള്ളതാണ്. ഗ്രാജുവേറ്റ് അല്ലാതെ CGയിൽ വരും. എന്താണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൽ വരുന്ന SSC CHSLനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരുപാട് മലയാളികൾക്കും അല്ലെങ്കിൽ ഒരുപാട് പേര് അറിയാതെ പോകുന്ന ഒരു എക്സാം ആണ്. ഇത് മാത്രമല്ല, ഒരുപാട് പേര് അപേക്ഷിക്കുന്നില്ല. +2 കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വളരെ മികച്ച ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ് CHSL എന്ന് പറയുന്നത്. ഇത് നമുക്ക് PSC പോലെ തന്നെ SSC എന്ന് പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ നടത്തുന്ന ഒരു എക്സാം ആണ്. +2 യോഗ്യതയുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ ഇതിന്റെ ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. സാധാരണകളിൽ നമുക്ക് ഓഗസ്റ്റിലാണ് വരുന്നത്. ഇപ്പോൾ കലണ്ടർ കുറച്ച് നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഇത് നമ്മൾ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് പറയുന്നത്, പക്ഷെ നമ്മൾ ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒരു മന്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ഒരു മന്ത് ആയിരിക്കും നമുക്ക് ഉണ്ടാവാറുള്ളത്. ഇനി നാഷണൽ ലെവലായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം ആണ്. എല്ലാ വർഷവും ഈ പറയുന്ന എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് വിളിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ വർഷം ഒരു 3Kയുടെ അടുത്ത് എന്താണ് വേക്കൻസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ CHSൽ തന്നെ നമുക്ക് മലയാളത്തിലും എക്സാം എഴുതാം. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. MTS ഒക്കെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് പ്രിഫറബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ് വരുന്നത്. ഇനി നമുക്ക് +2 പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. നമുക്ക് LDC JC അതായത് ലോവർ ഡിവിഷൻ ക്ലർക്ക് വരുന്നുണ്ട്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, അതുപോലെ സോർട്ടിംഗ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് വിളിക്കുന്നത്. ഇത് കോമൺ ആയിട്ട് CHSL എന്ന് പറഞ്ഞ് നമ്മളൊരു എക്സാം എഴുതും. നമുക്ക് 2 ടയർ എക്സാം ഉണ്ട്. ഫസ്റ്റ് CBT സെയിം സിലബസ് തന്നെ വെച്ചിട്ട് നമുക്ക് 2 ടയർ എക്സാംസ് ആയിരിക്കും വരുന്നത്. CBT 1 പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. സ്കിൽ ടെസ്റ്റ് അതുപോലെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും. CBT 1ന്റെ സിലബസ് തന്നെയാണ് CBT 2ലേക്ക് പോകുമ്പോൾ വരുന്നത്. പക്ഷെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെവൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും ടയർ 2ലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ടും ആൺകുട്ടികൾക്ക് 100 രൂപയാണ് ഫീസ് വരുന്നത്. അത് ജനറൽ കാറ്റഗറി. പിന്നെ EWS SC/ST ഒക്കെ ഇല്ല, നമുക്ക് എമൗണ്ട് ഫീസ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല. മറിച്ച് ഫീമെയിൽസിന് നമുക്ക് എമൗണ്ട് ഇല്ല, ഫ്രീ ആണ് കേട്ടോ. അതായത് നമുക്ക് എക്സാം ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്കിടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ന് നോക്കാം. നമുക്ക് സ്റ്റേജ് 1 ടയർ ആയിരിക്കും, CBT ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ സിലബസ് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ CBT 1 പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് CBT 2ലേക്ക് പോകുന്നത്. CBT 2ൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ടൈപ്പിംഗ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. സ്റ്റേജ് 3 ആണ് നമ്മുടെ വേരിഫിക്കേഷനും ഏജും അതുപോലെ എലിജിബിലിറ്റി, നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് വേരിഫിക്കേഷനും ഉണ്ടാകും. ഇനി അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റിലും അപ്പോയിൻമെന്റിലേക്കും പോകുന്നത്. ഇനി CHSLന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത് ശ്രദ്ധിക്കുക. അതായത് CHSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ 10th പ്രിലിംസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ എക്സാമിന് എഴുതിയിട്ട് അതിൽ തന്നെ നമുക്ക് പല പോസ്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ CHSL നമ്മുടെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് അതിൻ്റെ ഹയർ ലെവലിലേക്കും ഹയർ ആയിട്ടുള്ള പോസ്റ്റിലേക്കും പോകുന്നത്. 12th ക്വാളിഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ തുല്യമായിട്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് CHSL എഴുതാനായിട്ട് പറ്റുന്നത്. ഇനി ഏതൊക്കെ ഏരിയസിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ ഫുഡ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, മിനിസ്ട്രി ഓഫ് കൾച്ചർ, അങ്ങനെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് ഗ്രേഡ് A ഇൻ സ്പെസിഫിക് മിനിസ്ട്രീസിലാണ് ഗ്രേഡ് A വരുന്നത്. ഇനി അതുപോലെ തന്നെ ബ്രാഞ്ച് B വരുന്നുണ്ട്, ബ്രാഞ്ച് A, ബ്രാഞ്ച് B, LDC JC അതുപോലെ DEO ഗ്രേഡ് A. ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് 12th നിങ്ങൾ സയൻസോ മാത്സോ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നവർക്കാണ് ഈ പറയുന്ന മിനിസ്ട്രീസ് ആൻഡ് അബോ, അതായത് മിനിസ്ട്രീസിലൊക്കെ നമുക്ക് +2 ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും.
ചില പോസ്റ്റുകളുണ്ട്. നമുക്ക് DO ഗ്രേഡ് 1, അതേപോലെ തന്നെ LDC JC നമുക്ക് രണ്ടുപേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ചില മിനിസ്ട്രീസിലേക്ക് ചില നമ്മുടെ അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ +2 സയൻസ് മാത്സ് +2 അതായത് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്കാണ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഏജ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. മെയിനായിട്ട് ജനറൽ കാറ്റഗറിക്ക് 27 വയസ്സ് വരെ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. OBC കാറ്റഗറിയിൽ ഒരാളാണെങ്കിൽ 30 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 32 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ്, വെറും 4 സബ്ജക്റ്റാണ് വരുന്നുള്ളൂ. അതിൽ ജനറൽ ഇൻ്റലിജൻസ് 25 മാർക്ക്, അതായത് 2 മാർക്ക് വെച്ച് ഒരു ചോദ്യത്തിന് വരും. ജനറൽ അവയർനെസ് 25 മാർക്ക് വരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 2 മാർക്ക്, ഇംഗ്ലീഷ് 2 മാർക്ക്. അപ്പോൾ ഇവിടെ മാത്സും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും 25 150 മാർക്ക് അവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ബാക്കി ജനറൽ അവയർനെസ്സിനാണ് നമുക്കിവിടെ 50 മാർക്ക് വരുന്നത്. ഇത് CBT 1 ആണ്. CBT 1 പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ടയർ 2ലേക്ക് പോകാം. ടയർ 2 സെഷൻ നമുക്ക് മൊഡ്യൂൾ 1ഉം 2 ആയിട്ടാണ് വരുന്നത്. മാത്തമാറ്റിക്സും റീസണിങ്ങും 30 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. അതേപോലെ സെക്ഷൻ 2 സെക്ഷൻ വൈസ് ആയിട്ടാണ് പോകുന്നത്. ഇംഗ്ലീഷും കോംപ്രിഹെൻഷനും 40 മാർക്ക്. തേർഡിൽ ജനറൽ അവയർനെസ്സും കമ്പ്യൂട്ടർ നോളജും കൂടെ കൂടിയിട്ട് എത്രയാണ്, 35 മാർക്ക്. ഇങ്ങനെയാണ് ടയർ 2ലേക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് എക്സാം പോകുന്നത്. അപ്പുറത്തെ സെഷനിൽ നമുക്ക് എങ്ങനെയാണ്, അപ്പുറത്തെ സെഷനിൽ ഫസ്റ്റിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് 25 മാർക്ക് വരുന്നുള്ളൂ. പക്ഷേ ടയർ 2ലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ആധികാരികമായിട്ട് നമ്മൾ നോക്കണം. അതാണ് പ്രത്യേകത. ഇനി നമുക്ക് ഇതിൻ്റെ പോസ്റ്റിലേക്ക് നോക്കാം. അതായത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് ആൻഡ് സാലറി നോക്കുകയാണെങ്കിൽ LDC ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ നമുക്ക് ഏകദേശം 19 to 63,200 ബേസ് പേ എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കാർ ജോലിയിൽ തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് പോകുമ്പോൾ TA DA അതുപോലെ തന്നെ ഒരുപാട് അലവൻസും മെഡിക്കലും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇനി അതുപോലെ പോസ്റ്റൽ അസിസ്റ്റന്റും സോർട്ടിംഗ് അസിസ്റ്റന്റും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അണ്ടറിലേക്ക് പോകണം. വളരെ നല്ലൊരു ജോബാണ്. പേ സ്കെയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പേ സ്കെയിൽ വരുന്നതാണ്. 25,500 മുതൽ 81,100 രൂപ വരെ നമുക്ക് ഇൻഹാൻഡ് സാലറിയിലേക്ക് കിട്ടുന്നതാണ്. ഇനി അതുപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് പേ ലെവൽ 4ഉം 5ഉം ആണ് വരുന്നത്. നമുക്ക് 81,100 വരെയും അതുപോലെ പേ ലെവൽ 5ലേക്ക് 92,300 വരെ പോകുന്നുണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് 1 പേ ലെവൽ 4 ആണ് വരുന്നത്. ഞാനാണ് ഇതാണ് പറഞ്ഞത്. ഗ്രേഡ് Aയിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ മാത്സോ സയൻസോ പഠിച്ചിരിക്കണം. അതാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതുവരെയായിട്ടും നമുക്ക് എന്ത് വന്നിട്ടില്ല, ഇതിന് നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ SSC CGLന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, SSCയുടെ ഒരു ലോങ് ടൈം ബാച്ച് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബാച്ചാണ്. അതായത് നിങ്ങൾക്ക് ഒന്നും അറിയില്ല, SSC ഫസ്റ്റ് ടൈമായിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ SSCയുടെ ഫൗണ്ടേഷൻ ബാച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് അതിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സും അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് തരാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാൻ ഇപ്പോൾ തന്നെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.